ഇനി ഈ ഒരു ഇത് അപ്പൻ എന്റെ വല്യപ്പൻ. അപ്പൊ ഇത് ഞങ്ങളുടെ വല്യപ്പൻ മൈക്കിൾ എന്നാണ് പേര്. ഇത് ഈ പുള്ളിക്കാരൻ അതേ പേര് തന്നെയാണ് എന്റെ മകനിട്ട്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് എല്ലാരും പിന്തുടരുന്നത് വല്യപ്പനെയാണ്. ഇതാണ് ആ മൈക്കിള്. അല്ല, അതിലൊരു പല്ല് കൂടുതൽ. അത് ഞങ്ങൾ ഇവിടുത്തെ ഒരു കടക്കാർ കൊണ്ടുവന്നത്. അതിന് പല്ല് വെച്ച് തന്നു. അവൻ അന്ന് അത്ര പല്ലില്ലായിരുന്നു. അവന് എണീറ്റില്ല. ഇല്ല, ഇത്രയും പല്ല് ചെറുപ്പത്തിൽ ഇത്രയും പല്ലില്ലായിരുന്നു. പിന്നെ ഇത് ഇവിടെ ഒരു മീനൊക്കെ ഇടുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. മീന് പിന്നെ അതെങ്ങനെ അപ്പനടുത്ത് എവിടെ കളഞ്ഞു. വേറെ ഇവിടെ മറ്റേ ഗിറ്റാർ വായിക്കുന്നതാണ്. ഇത് എന്റെ ഒരു കൂട്ടുകാരൻ റസാഖ് എന്ന് പറഞ്ഞാൽ ഇത് പണിത് ഈ ബിൽഡിംഗ് പണിത ആള്. പുള്ളിക്ക് വരയ്ക്കാൻ വേണ്ടി ഇതിനകത്ത് കുറെ അവസരങ്ങൾ കൊടുത്തു. ഇത് വരച്ചതാണല്ലോ, ഒട്ടിച്ചതാണ്. അല്ലല്ല, ഇതിപ്പോ കിച്ചണിലേക്ക് വന്നേ. പുള്ളി ഇവിടെയൊക്കെ കുറെ സ്ഥലത്ത് വരച്ചു വെച്ചിട്ട്. ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ കണ്ടോ, ഇത് പുള്ളിക്കാരൻ നമ്പറാ. അത് ശരി. വീട് പണിതാലൊന്നും ഇത് ഇവിടെ ഇട്ട് ഇവിടെ കുഞ്ഞൊരു കസേര കണ്ടുല്ലോ. യെസ്, ഇത് മൈക്കിളിന് വേണ്ടി മേടിച്ച ചാരി കസേര. 2200 പറഞ്ഞിട്ട് 1500 മേടിച്ച കസേര. ശരി, ഇതേപോലത്തെ ഒരു ചാര കസേരയൊക്കെ വാങ്ങി ഇവിടെ ഇരുന്ന് അവിടെ ഇങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കണമെന്ന് താല്പര്യമില്ല. ബാ, ഇനി മേലോട്ട് പോവാം. ഭാഗത്തിരിക്കണ ആ പട്ടിക്കുട്ടീനെ പോലെ തന്നെയാണ് ഇങ്ങനെ 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 പോകണം. നമ്മളപ്പോ ഇനിയിപ്പോ നേരെ മേലോട്ട് പോവാണ്. മേളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ സ്വപ്ന പദ്ധതികളൊക്കെ ഉള്ളത് മേളിലാണ്. ചേച്ചി ദയവായി മേളിലേക്ക് വരിക. ഇവിടെ ലൈറ്റ് വെച്ചേക്കണത് ഇത് ഇവിടെ സൈഡിൽ ഇത് മൊത്തം കിട്ടാൻ വേണ്ടി. ഇതാണ് ഞങ്ങളുടെ വാഹനങ്ങളുടെ ബാക്കി പത്രം. ഇത് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാക്കുന്ന. ഇത് കണ്ടോ, ഇതാണ് ആദ്യമായിട്ട് പിന്നെ ഞങ്ങളുടെ യാത്ര ചെയ്ത ടയർ. ഇത് കൊടുക്കാതെ ഇങ്ങനെ ഇട്ടാക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു പിന്നെ ഇതുണ്ടായിരുന്നു, ഒരു സ്കോർപിയോ, അതിന്റെ ടയർ. ഇത് ഞങ്ങളുടെ മറ്റേ വണ്ടിയുടെ ടയർ. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ട് ഒരു മെമ്മറീസിനായിട്ട് ഇതൊന്നും കൊടുക്കാതെ ഇങ്ങനെ. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ബോട്ട് പോലും കൊടുക്കൂല. അതുകൊണ്ട് ഇതൊക്കെ വണ്ടിയുടെ ഇത് നിയമപ്രശ്നം വന്നു. ഈ സാധനം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ ബുൾ ക്യാരിയറോ ഞാൻ പറഞ്ഞ എന്തൊരു പേര് പറയും. അപ്പൊ അത് വെക്കാൻ പാടില്ല. അത് നമ്മള് മഞ്ഞുള്ള സ്ഥലത്ത് പോകുമ്പോ ശബല് പോരാനുള്ള ശബല് വരെ ഇതുണ്ടോ, മഞ്ഞുള്ള സമയത്ത് ഉപയോഗിക്കുന്ന ഇവര് കുറെ എക്യുപ്മെന്റ്സ് കുറെ ഉണ്ട്. അതായത് മഞ്ഞുള്ള സ്ഥലത്ത് വണ്ടി പിന്നെ ലൈറ്റ് വേണം. എവിടെ വേണം ചാക്ക് കണക്കിന് കിടപ്പുണ്ട്. ഇതുണ്ടോ, ഓസ്ട്രേലിയ ഇത് കണ്ടോ, എങ്ങുവാ ഇത് ഇതിനകത്തൊക്കെ നിറച്ചും പിന്നെ ലൈറ്റുകൾ, വണ്ടിയുടെ സംബന്ധമായ സാധനങ്ങള്, അന്ന് കുക്ക് ചെയ്ത സാധനങ്ങള്, പിന്നെ ബാരലിലെ എണ്ണ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പൊ ഇനി ഇതേപോലെ ലോങ് ട്രിപ്പ് പോകുമ്പോ ഇതൊന്നും എടുത്തിട്ട് പോവോ? ഇല്ല, അത് ഓരോ വണ്ടിക്ക് ഓരോന്നാ. വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സർട്ടിഫിക്കറ്റ് സാധനങ്ങളുണ്ട്. അതൊക്കെ ആ വണ്ടിയിലുണ്ട്. അപ്പൊ ഇനി പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വണ്ടി ഇവിടുന്ന് ഈ അങ്ങാടിക്കടവിൽ നിന്ന് നമ്മൾ വണ്ടി ഓടിച്ച് അമേരിക്കയിൽ പോവാ. അങ്ങനെ ഇവിടുന്ന് വണ്ടി ഓടിച്ച് ഇന്ത്യയിൽ നിന്ന്, നേപ്പാളിൽ നിന്ന്, ചൈന വഴി ഇപ്പൊ കസാക്കിസ്ഥാനിലാണ്. ഇനി അത് അവിടുന്ന് റഷ്യ വഴി യൂറോപ്പിന് പോയി, അങ്ങനെ അമേരിക്ക വഴി. അപ്പൊ നിങ്ങൾ പോണ്ടേ? അതെ, പോകാൻ സാധനമില്ലല്ലോ. കഥ ചോദിച്ചിട്ട് നിങ്ങൾ കഥയിൽ ആരാന്ന് ചോദിച്ചു ഞാൻ എന്നാ പറയാനാ, അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ നാറും, അതുകൊണ്ടില്ല.